ഹായ് ഓൾ. ഇത് എന്താ വീഡിയോ എന്ന് വെച്ചാൽ നമ്മൾ തെന്മല പോയ ഒരു വീഡിയോ കേട്ടോ. അത് ഇപ്പോഴൊന്നുമല്ല, കുറച്ച് ദിവസങ്ങളായി. അപ്പോൾ ഞാൻ മുന്നേ അതിൻ്റെ ചെറിയ ഭാഗങ്ങളൊക്കെ ഞാൻ ഷോർട്സ് വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന്, അതായത് കഴിഞ്ഞ മാസമാണ് കേട്ടോ നമ്മളീ പോയത്. അപ്പോൾ പറഞ്ഞു ഒന്ന് പുറത്തൊക്കെ പോകണം, മല്ലുവിന് പാർക്കിലൊക്കെ പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് ആകെ നമുക്ക് പോകാൻ പറ്റുന്ന ഒരിടം തെന്മല മാത്രമാണ്. പാർക്കുള്ളത് അവിടെ മാത്രമാണ്, വേറെ എവിടെയും പാർക്കില്ല. അപ്പോൾ നമ്മൾ അവിടേക്കാണ് കേട്ടോ എപ്പോഴും പോകാറ്. അപ്പോൾ ഞാനൊരു എക്സ്ട്രാ കുപ്പായം എടുത്തതാണ് കേട്ടോ അല്ലുവിൻ്റെ. അപ്പോൾ അല്ലുവിൻ്റെ തന്നെ കിറ്റിലെടുത്തതാണ്. പിന്നെ എന്തോ എടുക്കാനുണ്ടെന്ന് പറഞ്ഞിട്ട് പിന്നെയും ഇറങ്ങിയ പ്രേമ പിന്നെയും തിരിച്ചു കയറിയതാണ് കേട്ടോ. അവൾക്ക് പാർക്ക് പോകുന്നതിൻ്റെ സന്തോഷം ഭയങ്കരമായിട്ടുണ്ട്. കാരണം ഇവിടെ അടുത്തൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇടയ്ക്കിടയ്ക്കൊന്നും പോക്ക് നടക്കില്ല. പിന്നെ തെന്മലയും വലിയ ദൂരമൊന്നുമില്ല കേട്ടോ നമുക്ക്. ഇനി പോയി ദൂരം ഫീൽ ചെയ്യാത്തതാണോ എന്നറിയില്ല. എന്തായാലും ഒരു അരമണിക്കൂർ 3/4 മണിക്കൂറിൻ്റെ ഉള്ളിൽ എത്തലുണ്ട്. അപ്പോൾ പക്ഷേ ഇന്ന് നമ്മൾ ഡയറക്റ്റ് അവിടത്തേക്ക് പോകുന്നല്ല കേട്ടോ. ഫുഡൊക്കെ കഴിച്ചിട്ട് പുറത്ത് ഹോട്ടലിൽ പോയി അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് പോകാനാണ് തീരുമാനിച്ചതേനും. പിന്നെ അല്ലു അതുപോലെ ഡാൻസ് ക്ലാസ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നതാണ്. അങ്ങനെ നമ്മളധികം കയറുന്ന റെസ്റ്റോറൻ്റാണ് കേട്ടോ ഇത്, സിനിമ റെസ്റ്റോറൻറ്റ് എന്ന് പറഞ്ഞിട്ട്. അവിടുത്തെ ബിരിയാണിയൊക്കെ എനിക്കിഷ്ടമായിരുന്നു. അങ്ങനെ നമ്മൾ അവിടത്തേക്ക് തന്നെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ എത്തി പാർക്കിംഗ് ചെയ്യാണ്. പിന്നെ ഈ നമ്മൾ പോയ ദിവസം എന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിക്കൻ ബിരിയാണി ഉണ്ടായിരുന്നില്ല. പിന്നെ എന്താ കഴിച്ചത്? ബീഫ് ബിരിയാണി ആയിരുന്നു. ഓർമ്മയില്ല, കുറച്ച് ദിവസങ്ങളായല്ലോ. അപ്പോൾ ഞാൻ ബീഫ് ബിരിയാണി മേടിച്ചു, പ്രേമ് മട്ടൺ ബിരിയാണി മേടിച്ചു. നമുക്കത് വേണ്ടെന്ന് പറഞ്ഞതുകൊണ്ട് മീൽസ് ഉണ്ടോയെന്ന് ചോദിച്ചു. അപ്പോൾ അന്ന് അവിടെ അതും ഇല്ലയെന്ന് പറഞ്ഞു. പക്ഷെ തൊട്ടടുത്തിരിക്കുന്നവരൊക്കെ മീൽസ് കഴിക്കുന്ന കണ്ടായിരുന്നു. എന്താണെന്നറിയില്ല, അന്ന് നമ്മളോട് ഇല്ലയെന്നാണ് പറഞ്ഞത്. പിന്നെ ഫ്രൈഡ് റൈസ് മേടിച്ചു. പിന്നെ ഞാനും എല്ലാം ബിരിയാണി തന്നെയാണ് കേട്ടോ കഴിച്ചത്. അങ്ങനെ നമ്മൾ അതൊക്കെ വെയിറ്റ് ചെയ്തിട്ടിരിക്കുന്നതാണ്. പിന്നെ നമ്മൾ സൂപ്പ് വിടത്തേയില്ല കേട്ടോ. എപ്പോഴും സൂപ്പ് നമ്മൾ ഓർഡർ ചെയ്യും. അതെന്തോ അതില്ലാതെ തുടങ്ങാൻ ഒരു ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം. അങ്ങനെ സൂപ്പും കുടിച്ച് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ തെന്മലയിലേക്കുള്ള യാത്ര കേട്ടോ. അതുവഴിയാണ് നമ്മൾ പുനലൂർ വഴി അങ്ങനെയാണ് പോകുന്നത്. അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് ഡയറക്റ്റ് അങ്ങനെ പോകാമായിരുന്നു. നമ്മൾ ഫുഡ് കഴിക്കേണ്ടത് മാത്രം പുനലൂർ വഴി വന്നതാണ് കേട്ടോ. അങ്ങനെ പിന്നെ തെന്മല റൂട്ട് എന്ന് പറയുമ്പോൾ നല്ല റൂട്ടാണ് കേട്ടോ. നല്ല കാഴ്ചകളൊക്കെ, കുറച്ചും കൂടി വെയിലൊക്കെ കുറവുള്ള സമയമാണെങ്കിൽ നല്ല സൂപ്പറായിട്ട് നമുക്ക് യാത്ര ചെയ്യാൻ തോന്നും, കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട്. അപ്പോൾ ഇനി അതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരമുണ്ട്. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് വയറ് ഫുള്ളായതിൻ്റെ മടുപ്പിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് ഇരുന്നപ്പോൾ തന്നെ എനിക്ക് ബോറടിച്ച് തുടങ്ങി. പിന്നെ അല്ലുവിനെ വെറുതെ ഇട്ട് വെറുതെ ഇങ്ങനെ ദേഷ്യം പിടിപ്പിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്ന കേട്ടോ. ഞാൻ പാർക്ക് പോകത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നേരെ വീട്ടിലേക്കാണ് പോകുന്നതെന്നൊക്കെ പറഞ്ഞ് അവളെ വെറുതെ ദേഷ്യം പിടിപ്പിക്കുകയെന്ന്. ഇതാ കണ്ടോ, നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളാണ് പോകുമ്പോൾ. ഇവിടെ ഫുള്ള് ഓരോരോ കൃഷി സ്ഥലങ്ങൾ തന്നെയാണ്. പിന്നെ അധികം പൈനാപ്പിൾ തോട്ടം കാണാം. പിന്നെ കൂടുതലുള്ളത് റബ്ബറാട്ടോ, റബ്ബർ കൃഷി. പിന്നെ ഇത് തേക്കിൻ്റെത് അങ്ങനെയൊക്കെ കാണാം കേട്ടോ. നമുക്ക് കണ്ടോ എന്ത് നല്ല മനോഹരമായിട്ടുള്ള സ്ഥലം. ഇതിലെ കൂടിയൊക്കെ യാത്ര നമ്മളധികം പോക്കുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്തൊക്കെ എനിക്ക് ഫീൽ ചെയ്യാറ് എവിടെയോ ഒരു ഭയങ്കര ദൂരമായിട്ടുള്ളൊരു സ്ഥലത്ത് നമ്മൾ യാത്ര പോകുന്ന പോലത്തെ ഒരു ഫീലാണ് എനിക്ക് കിട്ടാറ്. പ്രത്യേകിച്ച് മഴയുള്ള സമയങ്ങളിലൊക്കെ ആണെങ്കിൽ നല്ല വൈബായിരിക്കും. അങ്ങനെ നമ്മൾ തെന്മല എത്തി കേട്ടോ. തെന്മല എക്കോ ടൂറിസം ഇവിടെ എത്തി. അപ്പോൾ നമ്മൾ അന്ന് പോയ ആ സമയത്ത് സിനിമാ പ്രദർശനം നടക്കുന്നുണ്ടായിരുന്നു. സിനിമാ പ്രദർശനം എന്ന് വെച്ച് കഴിഞ്ഞാൽ തെന്മല ഭാഗങ്ങളിൽ ഷൂട്ട് ചെയ്ത്, ഇത് മാത്രമല്ലല്ലോ, ഡാം, പിന്നെ ഒരു ഡീർ വനമുണ്ട്, ഡീർ പാർക്കുണ്ട്, അവിടെയൊക്കെ. പിന്നെ ഇവിടെയോ അവിടെയൊക്കെ ആയിട്ട് ഷൂട്ട് ചെയ്ത സിനിമകൾ ചില ഭാഗങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് എത്രയോ സിനിമകളിൽ. അപ്പോൾ അങ്ങനെയുള്ള ക്ലിപ്സൊക്കെ അവർ മിക്സ് ചെയ്തിട്ട് അവിടെ പ്രദർശിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു പ്രദർശനം എത്രയോ ദിവസം അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ തെന്മല ഭാഗത്ത് ഷൂട്ട് ചെയ്ത് പിന്നെ ഭാഗങ്ങളൊക്കെ കോർത്തിണക്കിക്കൊണ്ട്.
പിന്നെ ഇതാ ഇപ്പോൾ ഇവിടെ നമ്മൾ പോകുമ്പോൾ ചില ഇതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ, ഈ ഡാമിൻ്റെ ഭാഗങ്ങളും ഒക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു, അന്നൊന്നും വീഡിയോ എടുത്തിട്ടിട്ടില്ല. ഇനിയിപ്പോൾ പോവാൻ സമയമുണ്ടോയെന്ന് അറിയില്ല, പറ്റുവാണെങ്കിൽ അതിൻ്റെയൊക്കെ വീഡിയോ എടുക്കാം കേട്ടോ പോയിട്ടുണ്ടെങ്കിൽ. അങ്ങനെ പിന്നെ വേറെ ഒന്നും വേണ്ട, നേരെ പാർക്ക് മാത്രമേ വേണ്ടൂ. ഇവിടെ തന്നെ ബട്ടർഫ്ലൈ പാർക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ. പിന്നെ അതുപോലെ വേറെയും കുറേ പരിപാടികളൊക്കെ വൈകുന്നേരം ഉണ്ടാവലുണ്ട്. പിന്നെ എന്തൊക്കെയോ ഉണ്ട്, ഞാൻ മറന്നുപോയി. അപ്പോൾ അതങ്ങനെ നമ്മൾ ഓരോ സ്ഥലത്തേക്ക് ഓരോ എൻട്രി പാസ്സാണ് തോന്നുന്നു എടുക്കേണ്ടത്. അപ്പോൾ ഇവള് നേരെ നമ്മൾ പാർക്കിലേക്ക് പോവാണ്. പിന്നെ ബട്ടർഫ്ലൈ പാർക്കിലും സീസൺ അനുസരിച്ചിട്ട് എടുക്കുന്നതായിരിക്കും നല്ലത്. ബട്ടർഫ്ലൈനൊക്കെ കാണിക്കൽ എല്ലാം ഒരു കാട് പോലത്തെ സ്ഥലം, നല്ല വൈബാണ്. അവിടെയും നമ്മൾ പോയതാട്ടോ. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ അഡ്വഞ്ചർ പാർക്ക്, പിന്നെ ഡാം, ഇതൊക്കെ ഇതിൻ്റെ അടുത്തായിട്ട് തന്നെയാണ് കേട്ടോ വരുന്നത്. ഒരു സ്ഥലത്ത് വന്നു കഴിഞ്ഞാൽ നമുക്കെല്ലാം പെട്ടെന്ന് കവർ ചെയ്തിട്ട് പോകാം. പിന്നെ ഡീർ പാർക്ക് കുറച്ച് ദൂരെ പോകണം, എന്നാലും വലിയ ദൂരമൊന്നുമില്ല, കുറച്ച് പോകണം അങ്ങോട്ട്. അവിടെയും നമ്മൾ പോയതാണ്. പിന്നെ ഇത് കണ്ടോ, ഓരോ നക്ഷത്രക്കാരെ അവർക്ക് വരുന്ന മൃഗങ്ങൾ, മരങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് നേരെ ആ മരങ്ങളും നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എൻ്റെ തിരുവാതിര നക്ഷത്രത്തിന് വരുന്നത് കുമ്പിളാണ് കേട്ടോ. എൻ്റെയും പ്രേമൻ്റെയും തിരുവാതിര നക്ഷത്രം. അപ്പം നമുക്ക് വരുന്ന മരം കുമ്പിൾ. അതെ, എനിക്ക് തോന്നുന്നു ഈ കുമ്പിളപ്പം അങ്ങനെ കേട്ടിട്ടുണ്ട്. ഇനി അതാക്കുന്ന ഇലയാണോ എന്തോ എനിക്കറിയില്ല. അപ്പോൾ ഇതാണ് സംഭവം, ഇതാണ് ഈ മരമാണ് നമ്മളെ നക്ഷത്രത്തിന് വരുന്നത്. അങ്ങനെ ഓരോ നക്ഷത്രക്കാരതും ഉണ്ട് കേട്ടോ. മൃഗങ്ങളെ ഞാൻ എടുക്കാൻ മറന്നുപോയി. ഞാൻ പിന്നെ തിരുവാതിരയും ചിത്തിര എൻ്റെ മോളതായതുകൊണ്ട് അതും എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ചിത്തിരക്ക് വരുന്നത് കൂവളാണ് കേട്ടോ. കൂവളമാണ് അവളെ നക്ഷത്രത്തിന് വരുന്നത്. ഇതിങ്ങനെ കണ്ടപ്പോൾ ഒരു ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയിട്ട് ജസ്റ്റ് ചുമ്മാ എടുത്ത് വെച്ചതാ. ഈ കൂവളയില എല്ലാവർക്കും പരിചയം ഉണ്ടാവുമല്ലോ. ഈ ചെറിയ ഇലയുള്ള ഈ മരമാണ് കൂവളം. നല്ല ബ്യൂട്ടിഫുൾ അല്ലേ, ചെറിയ ഇല, നല്ല തളിര് പച്ച, ആ ഒരു കളർ തന്നെയാണ് ഫുൾ ഇലക്കും ഉള്ളത്. പിന്നെ അവൾ കളിക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിവിടെ ഇരിക്കലാണ്. പിന്നെ എപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഞാൻ ഇതുപോലെ ഏതെങ്കിലും ഒരു സീറ്റിൽ പോയിട്ടിരിക്കും. ഇത് ഇങ്ങനെ തട്ടായിട്ട് കേട്ടോ വരുന്നത്. ഇതിൻ്റെ മേലെയും ഉണ്ട്, പിന്നെ അതിൻ്റെ മേലെയും, അങ്ങനെ 3 തട്ട് പോലെയാണ് ഈ പിന്നെ ഇവരെ തിങ്സൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിൻ്റെ മേലോട്ടാണ് ബട്ടർഫ്ലൈ പാർക്ക് വരുന്നത്. പക്ഷേ ഇതിലെ കൂടിയല്ല കേട്ടോ വഴി, അത് സെപ്പറേറ്റ് വേറെ തന്നെ നല്ല വഴിയുണ്ട്. അവിടെ ബട്ടർഫ്ലൈൻ്റെ കുറേ പിന്നെ കാര്യങ്ങളൊക്കെ, അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുള്ള സംഭവങ്ങളൊക്കെ അതുണ്ട്. അത് നല്ല വേറെ തന്നെ ഒരു വഴിയുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ അടുത്തൊരു സ്റ്റെപ്പ് ഉണ്ട്, അതിലെ കൂടി ഇറങ്ങി വരാം. പിന്നെ അല്ലു ഒരേ കളിയാണ്. അല്ലുവിനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാണുന്നില്ല, അവൾ ഓടി നടന്ന് കളിക്കലാണ്. പിന്നെ ഇവിടെ ഒരു നല്ലൊരു ആമ്പൽക്കുളം ഉണ്ട് കേട്ടോ. ആമ്പൽക്കുളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയൊരു കുളം, അതിൻ്റെ മേലെ ഇങ്ങനെ ബ്രിഡ്ജ് പോലെയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. നല്ല രസമുണ്ട്, ഫുള്ള് വിരിഞ്ഞിട്ടും കാണുന്നുണ്ട്, നല്ല ഭംഗിയുണ്ടായിരുന്നു. ഈ ഭാഗം നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ ഷോർട്സിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് വെറുതെ ബോറടിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, പിന്നെ നിന്നെ ആക്കിത്തരാം, നീ അതിൽ കയറ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവളെ കയറ്റിയതാണ് കേട്ടോ. അവൾക്ക് ആദ്യം ഒരു മടിയുണ്ടായിരുന്നു അതിൽ കയറാൻ. അവൾക്ക് ഇങ്ങനെ ഊരി ഇറങ്ങണം അങ്ങനെയൊക്കെയാണ്. ഞാൻ നോക്കുമ്പോൾ, ഞാൻ കളിപ്പിക്കുന്ന സമയത്ത് പ്രേമ റെസ്റ്റ് എടുക്കാൻ വേണ്ടി അതിൻ്റെ മേലെ കയറിയതാണ്, വേറെ എവിടെയും സീറ്റില്ലാത്ത പോലെ. ഇതൊക്കെ ഉണ്ടോ, ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു സ്ട്രെച്ചർ. ഇങ്ങനെ മേലെയും താഴെയൊക്കെ ആയിട്ട് കുറേ തിങ്സൊക്കെ വെച്ച് ഇങ്ങനെയാണ് ഈ പാർക്കിൻ്റെ ഇത്. പക്ഷേങ്കിൽ നമുക്ക് അത്യാവശ്യം ഓക്കെ അങ്ങനെയാണ്. ഇപ്പം കുറേ പഴയതൊക്കെ ആയി തോന്നുന്നു. ഇനിയിപ്പം ഇവിടെ ഇരിക്കാൻ നല്ല സുഖമാണ് കേട്ടോ. ചുറ്റും കാടും ഇതൊക്കെ ആയിട്ട് കണ്ടോ, കുറേ കുരങ്ങന്മാരൊക്കെ ഉണ്ട്, ഇഷ്ടംപോലെ കുരങ്ങന്മാരുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര പേടിയുള്ള സംഭവമാണ്. നമ്മളിവിടെ കൊല്ലത്ത് വന്നതിന് ശേഷം ഇവിടെ നമ്മളെ താമസിക്കുന്ന വീട്ടിലേക്കായാലും ഇടയ്ക്കിടയ്ക്ക് ഇഷ്ടം പോലെ കുരങ്ങന്മാർ വരുത്തുണ്ട്. അത് ഒന്നാമത് ഈ തൊട്ടടുത്തൊക്കെ കുറേ കാടുണ്ട്, നമ്മൾ താമസിക്കുന്നതിൻ്റെയും അടുത്തായിട്ടൊക്കെ കുറേ കാടുകളൊക്കെ ഉണ്ട്, അതുകൊണ്ടായിരിക്കും.
കണ്ടോ റബ്ബർ തോട്ടമൊക്കെ എന്ത് രസമല്ലേ ഇങ്ങനെ കാണാൻ. ഇന്ന് പോയി കഴിഞ്ഞാലും ഇതൊക്കെ ആയിരിക്കും മിസ് ചെയ്യുക. ഈ വഴിയും ഇങ്ങനെയുള്ള കാഴ്ചകളൊക്കെ ആയിരിക്കും മിസ് ചെയ്യുക. എനിക്ക് ഇങ്ങനെയൊക്കെയാണ് ഇഷ്ടം. ഈ ടൗൺ ഏരിയയിൽ ഉള്ളതിനേക്കാളും ഇഷ്ടം കുറച്ച് ഉള്ളോട്ട് നിൽക്കുന്നതാണ് എനിക്കിഷ്ടം. അപ്പോൾ പിന്നെ ഇനി നേരെ വീട്ടിലേക്കാണ് കേട്ടോ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ടാറ്റ ബൈ ബൈ.